ടി.വി.കെ നേതാവും നടനുമായ വിജയുടെ റാലി നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. விஜய் உயிரன வரனா விஜய் எளியவன் கொரனா விஜய் தனியா இல்ல கடல்னா விஜய் எளியவன் கொரனா விஜய் தனியா இல்ல கடல்னா மக்கள் தானே மன்னர்களை உனக்கு காட்ட வரனா உங்க விஜய் நான் வரேன். வாகை உயிர்க்கும் இதோ அறத்தோடு வாழும் குலத்தோனிதோ தமிழ்தாயின் பிள்ளை தலைச்சன் இதோ உழைக்கும் இனத்தின் விளைச்சல் இதோ வாகை வாகை തമിഴ്നാട് വെട്രി കഴകം അധ്യക്ഷനും നടനുമായ വിജയുടെ തമിഴ്നാട് പര്യടനത്തിന്റെ ദൃശ്യങ്ങളാണ്. വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, തമിഴ്നാട് സർക്കാരിനെതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്തുന്ന ഒരു നേതാവായി ഉയർന്നുകൊണ്ടിരിക്കുന്നു വിജയ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വലിയ രീതിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു നേതാവ് എന്നുള്ള നിരക്ക് വരെ അഭ്യൂഹങ്ങളൊക്കെ ഉയരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു തമിഴ്നാട് പര്യടനം. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും വിജയ് ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അടുത്ത വർഷം. അതിന് മുന്നോടിയാണ് ടി.വി.കെ തന്റെ കുറച്ചുകൂടി രാഷ്ട്രീയ സാന്നിധ്യം അറിയിക്കുന്നതിന്റെ ഭാഗമായി ഈ സംസ്ഥാന പര്യടനത്തിന് ടി.വി.കെയുടെ അധ്യക്ഷനായ വിജയ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഏതായാലും ആ യാത്ര രാവിലെയാണ് തുടങ്ങിയത്. തിരുച്ചിറപ്പള്ളിയിലാണ് യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഇനി വിവിധ ഭാഗങ്ങളിലൂടെ യാത്ര കടന്നു പോകും. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ഒരു ജനസഞ്ചയം തന്നെ വിജയ്ക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. അദ്ദേഹം ഈ തിരുച്ചിറപ്പള്ളിക്ക് ശേഷം പെരുമ്പല്ലൂർ, അരിയല്ലൂർ ജില്ലകളിലൂടെ കടന്നു പോകും. നാഗപട്ടണം, തിരുവാരൂർ, മയിലാടുംതുറൈ ജില്ലകളിലും സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വടക്കൻ ചെന്നൈയിൽ ഒക്ടോബർ 25-ന് എത്തും. പിന്നീട് തെക്കൻ ചെന്നൈയിലും എത്തുന്നുണ്ട് വിജയ്. അങ്ങനെ തമിഴ്നാടിന്റെ വിവിധ ജില്ലകളിലൂടെ വിജയ് ഈ പര്യടനത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ വിജയ് സംസാരിക്കേണ്ടത് തിരുച്ചിറപ്പള്ളിയിലാണ്. തിരുച്ചിറപ്പള്ളിയിലെ ഗാന്ധി മാർക്കറ്റിന് സമീപമുള്ള പോലീസ് സ്റ്റേഷന് സമീപമാണ് വിജയ് ആദ്യ പൊതുയോഗത്തിൽ സംസാരിക്കുക. നേരത്തെ 10:30 മണിക്കാണ് അവിടെ എത്തിച്ചേരുമെന്ന് കരുതിയിരുന്നത്. 10:30 മണി മുതൽ 11 മണി വരെയാണ് അവിടെ വിജയ്ക്ക് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ആ പൊതുയോഗം നടത്താനുള്ള അനുമതി പോലീസ് നൽകിയിരിക്കുന്നത്. അത് പക്ഷേ ഇതുവരെയും യാത്രയ്ക്ക് ആ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. വലിയ തിരക്കാണ് ഈ യാത്ര കടന്നു വരുന്ന വഴികളിലെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് അവിടേക്ക് ഇതുവരെ എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഏതായാലും അല്പസമയത്തിനകം തന്നെ ആ പൊതുയോഗം ഉണ്ടാകും. നമുക്കറിയാം മധുരയിൽ നടത്തിയ പ്രസംഗത്തിൽ, മധുരയിലാണ് ഈ രണ്ടാമത്തെ പൊതുസമ്മേളനം ടി.വി.കെ നടത്തിയത്. ആ പൊതുസമ്മേളനത്തിൽ വിജയ് നിയമസഭാ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പിൽ DMK വീട്ടിലിരുത്തുമെന്ന് പറഞ്ഞിരുന്നു. ഒരു സഖ്യത്തിനുമില്ല എന്നും വിജയ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇനി എന്താണ് വിജയ് ആദ്യ പൊതുസമ്മേളനത്തിൽ പറയാൻ പോവുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും വിജയുടെ യാത്ര ഇതാ വിജയ് നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങളുടെ വിജയ് ഇതാ വരുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ സംസ്ഥാന പര്യടനം വിജയ് നടത്തുന്നത്. ഏതായാലും മധുര സമ്മേളനത്തിലടക്കം DMKക്കെതിരെയും അതുപോലെ തന്നെ BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെയൊക്കെ അതിരൂക്ഷ വിമർശനം വിജയ് ഉയർത്തിയിരുന്നു. ഏതായാലും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ വിജയുടെ തീരുമാനം. ഒരു സഖ്യകക്ഷിയുമായി സഖ്യത്തിന് ചേരാതെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വിജയ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് മുന്നോടിയായാണ് ഈ സംസ്ഥാന പര്യടനം നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വിജയ് തിരുച്ചിറപ്പള്ളി ഗാന്ധി മാർക്കറ്റ് ജംഗ്ഷനിൽ നടക്കുന്ന പൊതുയോഗത്തിൽ ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കും. ഏതായാലും ഇന്ന് 2ലേറെ സ്ഥലങ്ങളിൽ പൊതുയോഗമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ വേഗത്തിൽ യാത്രയ്ക്ക് കടക്കാൻ കഴിയുന്നില്ല. വളരെ സാവധാനമാണ് ഈ യാത്ര കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് പോലീസ് സംസാരിക്കാൻ അനുവദിച്ചിരിക്കുന്ന സമയം അത് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. 11-12 മണിയോട് അടുക്കുന്നു. ഏതായാലും ഒരുപക്ഷെ തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. കാരണം അനുവദിച്ച സമയത്തിനപ്പുറത്തേക്ക് യാത്ര നീളാൽ ഒരുപക്ഷെ കേസെടുക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. ശരി, ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്.